അതിപുരാതനമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ പാർത്ഥിവപുരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പാർത്ഥിവ ക്ഷേത്രം. രണ്ടര ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിൽ ആയ് രാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നത്. ക്ഷേത്രവിന്യാസം ആദ്യകാല കേരള ഹിന്ദുക്ഷേത്ര വാസ്തുവിദ്യയെ പ്രതിഫലിപ്പിക്കുന്നു. എങ്കിലും ക്ഷേത്രവിമാനം, അതായത് ക്ഷേത്രത്തിൻ്റെ ഗോപുരം, ചോള ശൈലിയിലാണ്. ഈ ക്ഷേത്രം ഒരു സംരക്ഷിത സ്മാരകമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ക്ഷേത്രം പരിപാലിക്കുന്നത്. കരുണന്തടക്കൻ എന്ന ആയ് രാജാവാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഇവിടെ നിന്നും കണ്ടെടുത്ത ലിഖിതങ്ങളിൽ AD 869 വിഷ്ണു ഭട്ടാരകർ എന്ന ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും സ്ഥലത്തിന് പാർത്ഥിവ ശേഖരപുരം എന്ന് നാമകരണം ചെയ്തതും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സ്ഥലത്ത് രാജാവ് വേദപഠനത്തിനായി ഒരു വിദ്യാലയവും സ്ഥാപിച്ചതായി ലിഖിതങ്ങളിൽ പരാമർശിക്കുന്നു. തിരുവനന്തപുരത്തെ കാന്തല്ലൂരിലെ വിദ്യാലയത്തിൻ്റെ മാതൃകയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 100ഓളം കുട്ടികൾ ഇവിടെ താമസിച്ച് വേദപഠനം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാന ക്ഷേത്രം പടിഞ്ഞാറ് ദിശയിലോട്ട് തുറന്നിരിക്കുന്നു. ഉപക്ഷേത്രങ്ങൾ പ്രധാന ക്ഷേത്രത്തിന് അഭിമുഖമായി പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ദിശകളിൽ തുറന്നിരിക്കുന്നു. ഇഷ്ടികയും കല്ലും ചേർത്ത് നിർമ്മിച്ചതാണ് പ്രധാന ക്ഷേത്രം. ദക്ഷിണേന്ത്യയിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന കുടകൾ, പഞ്ചാരങ്ങൾ, ശാലകൾ എന്നിവ ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യാ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു. ആയ് രാജവംശം, ചോഴ രാജാക്കന്മാർ, വേണാട്ടധിപന്മാർ, തിരുവിതാംകൂർ രാജാക്കന്മാർ എന്നിവരുടെ കാലഘട്ടങ്ങളിൽ നിരവധി തവണ പുനരുദ്ധാരണത്തിന് വിധേയമായിട്ടുള്ള ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്നതാണ്.